പ്രവാചകന്റെ കാലത്ത് പ്രവാചകൻ ഹദീസുകൾ രചിക്കുന്നത് അല്ലെങ്കിൽ എഴുതി വെക്കുന്നത് എല്ലാം വിലക്കിയിട്ടുണ്ട് എന്നല്ല. എന്നാൽ ആ ഹദീസ് പോലും എഴുതി വെച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മക്കം ഫത്തഹിന്റെ സമയത്ത് അബു അബൂഷ അദ്ദേഹത്തിന് എഴുതി കൊടുക്കാൻ വേണ്ടി പ്രവാചകൻ കൽപ്പിച്ചത്. അതുപോലെ തന്നെ പ്രവാചകന്റെ സ്വഹാബത്തിന് പോലും ഹദീസുകളുടെ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നത്, സമാഹാരങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹിബിൻ അംറുബിൻ ആസ് അദ്ദേഹം പ്രവാചകനിൽ നിന്ന് നേരിട്ട് കേട്ട, ഞാൻ ഇത് പ്രവാചകനിൽ നിന്ന് നേരിട്ട് കേട്ട ഹദീസുകളാണെന്ന് പറഞ്ഞ അദ്ദേഹം ക്രോഡീകരിച്ച ഹദീസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇമാം ബുഖാരി റഹിമഹുള്ളാഹിക്ക് മുമ്പ് രചിക്കപ്പെട്ട ഒട്ടനേകം ഹദീസ് ഗ്രന്ഥങ്ങൾ സ്വഹാബത്ത് മുതൽ ഇങ്ങോട്ട് കാണാൻ സാധിക്കുമെന്നുള്ള എല്ലാമാണ് ഉസ്താദ് സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ ഇത് മുമ്പുള്ള ഡയലോഗിലും എല്ലാം നമ്മൾ വെല്ലുവിളിച്ച കാര്യമായിരുന്നു. ഇമാം ബുഖാരി രചിച്ച സ്വഹീൽ ബുഖാരിയിൽ, ഇമാം ബുഖാരി രചിച്ച കിതാബിൽ അദ്ദേഹം സ്വന്തമായി രചിച്ച ഏതെങ്കിലും ഹദീസ് ഉണ്ടെങ്കിൽ കൊണ്ടുവരും എന്നുള്ള വെല്ലുവിളി. അത് ഇമാം ബുഖാരി ആകട്ടെ ഇമാം മുസ്ലിം ആകട്ടെ അവർ രചിച്ച സ്വഹീകളിൽ അവർക്ക് മുമ്പ് രചിക്കപ്പെട്ട മുസ്നദുകളിലും അതുപോലത്തെ ഹദീസ് ഗ്രന്ഥങ്ങളിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് ഇത് അറിയാത്ത ആളുകൾ അല്ലെങ്കിൽ അറിയാമെന്ന് നടിക്കുന്ന ആളുകൾ പലപ്പോഴും ഇത് സംശയം ജനിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്.